ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു രസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചോറിൻ്റെ കൂടെ ആയാലും അല്ലാതെ കഴിക്കാനുമൊക്കെ നല്ല രസമാണിത്. ഇതൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കൂടിയാണിത്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു തക്കാളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ടുണ്ട്, കറിവേപ്പില 2 തണ്ട്, കുറച്ച് മല്ലിയില, കൂടാതെ ചതച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു 10 അല്ലി വെളുത്തുള്ളി, 8 ചെറിയ ഉള്ളി, പിന്നെ 2 വറ്റൽമുളക്, അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ ചെറിയ ജീരകം. പൊടിയായിട്ട് എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, എരിവില്ലാത്തതാണ് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കൂടാതെ കടുകും ഉലുവയും എണ്ണയും കടുക് പൊട്ടിക്കുന്നതിനായിട്ട് വേണം. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ ചെറിയ പ്ലേറ്റിലിരിക്കുന്നൊന്ന് ചതച്ചെടുക്കണം. അതുപോലെ തന്നെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വാളംപുളി ഒന്ന് ചൂടുവെള്ളത്തിലിട്ടൊന്ന് കുതിർപ്പിച്ചെടുക്കണം കേട്ടോ. നമുക്കിതൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. ഞാനിവിടെ ഒരു ചട്ടിയിൽ എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് ഉലുവയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ഒന്ന് ചെറുതായിട്ട് വാടി വരണം. തക്കാളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളിയുടെ ചുവ ഇഷ്ടമില്ലാത്തവർക്ക് വെളുത്തുള്ളിയുടെ എണ്ണം കുറയ്ക്കാവുന്നതാണ് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരണം. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പം എടുത്ത് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി. കുരുമുളക് പൊടിയേക്കാൾ നല്ലത് കുരുമുളകാണെങ്കിൽ ഇതിന് കൂടി ഒന്ന് ചതച്ചാൽ മതിയായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ കുരുമുളകായിട്ടില്ലാത്തതുകൊണ്ടാണ് പൊടി എടുത്തത്. അതുപോലെ തന്നെ മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, എടുത്തു വച്ചിരിക്കുന്ന ഉലുവാപ്പൊടി. ഈ പൊടിയൊക്കെ ഒന്ന് ചൂടായിട്ട് വരണം. ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നോ പുളി ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണമെന്ന്. അപ്പം ഇതിലേക്ക് നമുക്ക് ആ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ ഇതിലേക്കൊരു 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ഇവിടെ തിള വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് തയ്യാറാക്കാൻ. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. അതുവരേക്കും ബൈ.